ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ വേണ്ടി ചെയ്യുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി വളരെ രുചികരവും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമാണ്. ഫുഡ് കഴിക്കാൻ മടിയുള്ള ടോഡ്ലേഴ്സിനൊക്കെ കൊടുക്കാവുന്ന വളരെ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ ഫുഡ് അരച്ചു മാത്രം കൊടുത്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ഫുഡ് ട്രാൻസിഷന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു ഫിംഗർ ഫുഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ഐറ്റം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു 2.5 ടേബിൾ സ്പൂണോളം റോൾഡ് ഓട്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ആപ്പിളിൻ്റെ തൊലിയൊന്ന് പീൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 3 ഡേറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ ആപ്പിളും ഡേറ്റ്സും എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ റോൾഡ് ഓട്സ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പാല് കൂടരുത്. പാല് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ലൂസ് ആവുകയും നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് മറിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോവുകയും ഒക്കെ ചെയ്യും. അതുപോലെ നമ്മളിപ്പോൾ റോൾഡ് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റോൾഡ് ഓട്സ് ഒന്ന് ഒരല്പം വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം റിമൂവ് ചെയ്തിട്ട് കുതിർന്നിട്ടുള്ള ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. ഓട്സ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയോ അതല്ലെങ്കിൽ ഒന്ന് കുതിർക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഫൈറ്റി കണ്ടന്റ് പോകുന്നത് കൊണ്ട് ന്യൂട്രിയൻസ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കുതിർത്തെടുത്തതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ കുതിർക്കാനെടുത്ത വെള്ളം കളയണം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കറുകപ്പട്ട പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് മുട്ട ചേർക്കാനായിട്ട് മറന്നുപോയത് കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും മുട്ട ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ ഏകദേശം നമ്മുടെ ഒരു ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായിട്ടുള്ള പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ഒരല്പം നെയ്യ് കൂടെ സ്പ്രെഡ് ചെയ്യാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കയ്യിൽ കൊണ്ടൊന്നും പരത്തരുത്. ജസ്റ്റ് ആ ഒഴിച്ച പാടെ തന്നെ പാൻ ഒന്ന് ചുറ്റിച്ചിട്ട് വേണമെങ്കിൽ ഒരല്പം വലുതാക്കാം. ഒഴിച്ചതിന് ശേഷം ഫ്ലെയിമിൽ ഓയിലാക്കിയിട്ട് നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് മറുവശം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് മാത്രമേ ഇതൊന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്നും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിത് കുട്ടികൾക്ക് തേനിനൊപ്പമോ പീനട്ട് ബട്ടറിനൊപ്പമോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി അതൊന്നുമില്ലാതെ വെറുതെ ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താലും കുട്ടികൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് കഴിക്കുന്നതാണ്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈസി ആയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ അധികം ഫുഡൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആപ്പിള്, ഡേറ്റ്സ് അതൊന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാൻകേക്ക് പോലെ തയ്യാറാക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഐറ്റം കുട്ടികളുടെ ഉള്ളിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവരും തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിച്ചൂസ് നെസ്റ്റ് ഫോളോ ചെയ്തിട്ട് ഞാനുമായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യാനും മറക്കരുത്. പുതിയൊരു യൂസ്ഫുൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.